പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഇക്കാലത്തെ. ഈ പണം ഉള്ളവരെയും പണം ഇല്ലാത്തവരെയും തിരിച്ചറിയാൻ പറ്റത്തില്ല. കണ്ടവിടെ നിന്നൊക്കെ കടം വാങ്ങിച്ചിട്ട് വേഷം കെട്ട് ഇറങ്ങിക്കോളും. പക്ഷെ നല്ല വീട്ടിലത്തെ പെൺകുട്ടികൾക്ക് ഇതുപോലുള്ളവന്മാരെ തിരിച്ചറിയാനും പറ്റത്തില്ല. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. സത്യം പറയുമ്പോൾ പൊള്ളും അല്ലേ? ഞാൻ ഇയാളെൻ്റെ വീടിൻ്റെ അവിടെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇയാളെയല്ല, ഇയാളുടെ മുടിയെ. എന്തായാലും ആള് കൊടുക്കനാ. മിടുക്കത്തരം കാണിച്ച് ഏരിയ മാറി. ചേർക്ക, ഞാനിവിടെ വന്നിട്ടേ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് കൃത്യമായി എത്തിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അത് കേട്ടപ്പോഴേ എന്ത് തോന്നി? തമാശയായിട്ട് തോന്നി. കാര്യങ്ങൾ സീരിയസ് ആവുന്നത് വരെ എല്ലാം തമാശയായിട്ട് തോന്നും. ഇവിടെ ചെറുക്ക, എനിക്ക് ഇവിടെ വന്ന് എൻ്റെ മോളെ തിരിച്ചു വേണം എന്ന് പറയുന്നതിൽ യാതൊരു ചമ്മലുമില്ല. അതൊരു ബിസിനസ്സുകാരൻ്റെ രീതിയോ ശൈലിയോ അല്ലെങ്കിൽ വിവരക്കേടായിട്ട് കരുതിക്കോ. ആ മൂന്നാമത് പറഞ്ഞായിട്ടാണ് ഞങ്ങളെല്ലാം കരുതുന്നത്. യേശു, പിന്നെ ഏത് നാണക്കേടും പണം കൊണ്ട് മൂടാൻ പറ്റും. അതൊരു വേൾഡ് തിയറിയാണ്. MBAയിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു ഞാൻ. അതിന്റെ എല്ലാ കുഴപ്പവും കാണാനുണ്ട്. ലച്ചൂസേ, എന്റെ പൊന്നു മോളെ അറിയാതെ പറഞ്ഞു പോയതാ. ഈ പണത്തിന്റെ മേളിൽ ചവിട്ടി നിന്ന് എന്ത് എവിടെ വേണമെങ്കിലും പറയാന്നുള്ള രീതി ഉണ്ടല്ലോ, അതത്ര ശരിയല്ലെന്ന് പപ്പേനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ ഫാമിലി എല്ലാ സാഹചര്യങ്ങളോടും പ്രതികരിക്കുന്നവരാ. ഇവിടെ നിന്നാലേ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. പോയാ നന്നായി. അവിടെ വായ തീരെ ശരിയല്ല. എനിക്ക് അങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഈ എന്നെ അങ്കിളെ ഒന്നും വിളിക്കരുത് കേട്ടാ. പിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത്? ഒന്നും വിളിക്കണ്ട. സാറേന്ന് വിളിച്ചാൽ മതി. അതാണ് പുള്ളിക്കാരൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. കേശു, എനിക്ക് ഇനി ഒന്നും കേൾക്കണ്ട. എനിക്ക് ഒരു കാരണവശാലും നിങ്ങളുടെ ബന്ധത്തിന് അംഗീകരിക്കാൻ പറ്റില്ല. വിഷ്ണു, നീങ്ങോട്ട് വന്നേ. പോയിട്ട് നന്നായിട്ട് ചിന്തിച്ചിട്ട് ഒരു തീരുമാനം എടുക്ക്. തീരുമാനം എന്താണെങ്കിലേ എനിക്ക് അനുകൂലമായിരിക്കണം. എവരെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. കേശു, പാറു പോയിരുന്നു പഠിച്ചേ. ആ പോയല്ലേ ഒന്നെന്റെ മകനാ. സൂക്ഷിച്ച് കളിച്ച എല്ലാവർക്കും ജീവിക്കും. ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. ആ കണ്ടോ. ആ നീ എന്ത് നോക്കുന്നേ? എടി, എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ നമ്പർ കുറച്ച് ഇതിനകത്തുണ്ട്. കാരണം അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുമായിരുന്നു. അപ്പോൾ അത് ഞാൻ നോക്കുമായിരുന്നു. അച്ഛൻ്റെ ഒരു കാര്യം. എടാ നീ വിഷമിക്കണ്ട, അച്ഛൻ ദൂരെ ഒന്നും പോയിട്ടുണ്ടാവില്ല. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. തന്റെ പപ്പ ഇതെന്തോന്ന് ഭാവിച്ചിട്ടാടി? നീ വല്ല കഷ്ടം തന്നെ കേട്ടോ. എടാ പപ്പ അത്ര പ്രശ്നമൊന്നുമില്ല. ഈ മമ്മി ഓരോന്ന് എരി കെട്ടിട്ട് പപ്പ ഇങ്ങോട്ട് വിടുന്നത്. അല്ല, നിന്റെ വീട്ടുകാർക്ക് ഈ കാശില്ലാത്തവർക്കൊന്നും വില കൊടുക്കൂല അല്ലേ? അങ്ങനെയാണ് എപ്പോഴും. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നല്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, നിന്റെ പപ്പ ഇനിയും വരും. എടാ, ഈ കാശില്ലാത്തവർക്ക് ഒരു വിലയും കൊടുക്കാത്തത് എന്റെ മമ്മിയാ. ഈ പപ്പ ഇങ്ങനെ പഠിപ്പിച്ച് ഇങ്ങനെ ആക്കി എടുത്തതും എന്റെ മമ്മിയാ. ഇങ്ങോട്ട് വരാവോ? ഇങ്ങോട്ട് വരുന്നോണ്ട് ഒരു പ്രശ്നമില്ല. ആ കേശു കാണാതിരുന്നത് എനിക്ക് വൈകിനി. ഞാൻ ആ ചെറുക്കനടുത്ത് പോയി പണി നോക്കാൻ മതി. ചുമ്മാ ഷോ കാണിക്കാം പൊട്ടൻ ചെറുക്കൻ. ഷോ ഒന്നും അല്ല കേട്ടാ. അച്ഛൻ വരാത്തതിന്റെ നല്ല വിഷമമുണ്ട്. അതിന്റെ ദേഷ്യം കാണിക്കണം. ആണല്ലേ? ഇടി, നമുക്കൊന്നും വിഷമമില്ല. അവന് മാത്രമുള്ള വിഷമം. എൻ്റെ കൂടെ അച്ഛനല്ലേ ഇത്? ഇവിടെ നിന്ന് കാണിക്കണുണ്ടാവുന്നു. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഞാൻ സംസാരം നടന്നേനെ. ആരായിട്ട്? പണക്കാരങ്ങളുമായിട്ട്. അയ്യോ, എനിക്കത് ചിന്തിക്കാൻ വയ്യ. നമ്മുടെ അച്ഛനെ പോലെ കോമഡിയാ പണക്കാരങ്ങളും. അയ്യോ, ഭയങ്കര വലിയ കണ്ടുപിടുത്തം കൊണ്ട് വന്നേക്കുള്ള പാറുവേ. ഒരു കാര്യം ഞാൻ പറയാം. ഇനി ഇവിടെ വന്ന് ഇങ്ങനെ തരം താഴ്ത്തി വില പറയാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ വീട്ടിൽ എന്നിട്ട് ഞാൻ എനിക്കൊരു വില അങ്ങ് പറയും. പിന്നെ ഈ പ്രശ്നമൊക്കെ അങ്ങ് വേറെ ലെവലോട്ടാവും കേട്ടാ. എന്റെ പൊന്നു വിഷ്ണു, ഞാൻ ഇത് ഒരു വഴിക്ക് സോൾവ് ചെയ്യാൻ നോക്കുമ്പോ നീ ചുമ്മാ ഉള്ള പ്രതീക്ഷ കൂടെ കളയല്ലേ. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ രണ്ടുപേർക്കും സങ്കടാവോ? ചേട്ടാ, നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ ഇഷ്ടത്തിനല്ല നിങ്ങൾ കല്യാണം കഴിച്ചത്. നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ നല്ലത് സംഭവിക്കും, മോശം സംഭവിക്കും. അത് സ്വാഭാവികമാണ്. ആരിൽ നിന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ നിൽക്കുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് അടിപൊളിയായിരിക്കും. അതെന്താ ലജുസ അങ്ങനെ പറഞ്ഞേ? എടോ, ഇയാള് വിഷമിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. കണ്ടതും കേട്ടതും വെച്ചിട്ട് ഇയാളുടെ പപ്പ ഭയങ്കര സോഫ്റ്റ് ആണ്. മമ്മിയുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ പപ്പയെ എങ്ങനെയാണെങ്കിലും മമ്മിയുടെ അവസ്ഥ എന്തായിരിക്കും? അതാ ഞാൻ പറഞ്ഞ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുതെന്ന്, പ്രത്യേകിച്ച് മമ്മിയുടെ സൈഡിൽ നിന്ന്. നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിൽക്കുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് അടിപൊളിയായിരിക്കും. വേറെ ഒന്നും പറയാനില്ല. എടോ, ഇയാള് വിഷമിക്കല്ലേ. വിഷമിച്ചിട്ട് ഒന്നും കിട്ടാനില്ല. ഇതൊക്കെ മുമ്പിൽ കണ്ടോണ്ടല്ലേ ചേട്ടൻ ഉടങ്ങി ഇറങ്ങി വന്നത്. അറിയാൻ പാടില്ല ഇതൊക്കെ ഫേസ് ചെയ്യേണ്ട വരുമെന്ന്.
ചേച്ചി ചേട്ടനെ വിളിച്ചോണ്ടിരുന്നല്ലേ അച്ഛൻ പറയുന്നത്? ഡോ പറയണ കേട്ടോ. ആ മോളെ പപ്പയാ, ഞാനിവിടെ ഇതേ മരത്തിൻ്റെ ഇടയിലുണ്ട്. വിഷ്ണുവിൻ്റെ വീടിൻ്റെ അടുത്തുള്ള മരത്തിൻ്റെ ഇടയിൽ ആ പാറക്കൂട്ടില്ലേ അവിടെ. നീ ഇങ്ങ് വാ, ആരും അറിയണ്ട. മോളൊന്ന് വന്നേ പ്ലീസ്. ഐ വോണ്ട് ടു ടോക്ക് ടു യു പ്ലീസ് മോളെ. ആ ഓക്കെ. പപ്പ എന്താ പപ്പ പോവാത്തെ? പലരും കണ്ട എന്തൊരു നാണക്കേടെന്നറിയോ? പപ്പയ്ക്ക് വട്ടം നീയിരിക്കും. യെസ് ഐ ആം മാഡ്. മോളെ കുറിച്ച് ഓർത്തിട്ട് പപ്പയ്ക്ക് പണ്ട് ഭയങ്കര തിരക്കായിരുന്നല്ലോ, എന്നോട് സംസാരിക്കാൻ പോലും സമയമില്ലായിരുന്നല്ലോ. ഇപ്പൊ എന്ത് പറ്റി? അപ്പോൾ മോള് വീട്ടിലുണ്ടായിരുന്നില്ലേ? ഇപ്പോൾ മോള് കൈവിട്ട് പോയില്ലേ? അല്ല, കൈവിട്ട് പോയിട്ടില്ല, കൈവിട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല, അത് വേറെ കാര്യം. പപ്പ എന്താ വിളിച്ചെന്ന് വെച്ചാൽ കാര്യം പറ, എനിക്ക് പോണം. മോൾ ഇതെന്തിനു ചെയ്തു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അത് മോളുടെ ജീവിതം, മോളുടെ ഡിസിഷൻ. പക്ഷെ ചെയ്തത് ശരിയായില്ല. അത് നമ്മുടെ ഫാമിലിക്ക് ഇത് എത്ര മോശം മോളെ. തിരിച്ചടിയല്ലേ, ക്ഷേമല്ലേ? ഇവർക്ക് എന്താ പപ്പ കുറവ്? ഒരു കുറവുമില്ല. പക്ഷെ ഇവർക്ക് എന്താ കൂടുതലുള്ളത് അത് പറ. കൂടുതലായിട്ട് ഇപ്പൊ എന്താ വേണ്ടത്? കൂടുതലുണ്ടായിട്ട് നമ്മളിപ്പോ എങ്ങനെ ജീവിക്കുന്നത്? നിന്റെ ഏട്ടൻ്റെ സ്ഥാനത്തുള്ള ഒരാൾ വീട്ടിലുണ്ടല്ലോ, നീ എപ്പോഴും പറയാറുണ്ടല്ലോ അയാൾക്ക് മാത്രമാണ് നിന്നോടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഇഷ്ടമെന്ന്. അയാൾക്കും വിഷമമുണ്ട്, ദേഷ്യ. പിന്നെ ഏട്ടനോട് ഒരു ദേഷ്യവും ഇല്ല. മമ്മിക്ക് ദേഷ്യമുണ്ട്. അതെ, മമ്മി ഇങ്ങോട്ട് വന്ന കാര്യം കൈവിട്ട കളിയാവേ. വിഷ്ണു എന്നല്ല, ഒരൊറ്റ ആളെ ഇവിടെ വെച്ചേക്കില്ല. ഇതൊക്കെ നമുക്ക് നമ്മളെ കുറിച്ചുള്ള വലിയ ബിൽഡപ്പ് അല്ലേ പപ്പ? നമ്മുടെ ലോകത്ത് നമ്മൾ വലിയതാണ്. ഇവരുടെയൊക്കെ മുന്നിൽ ഇനി ആരെന്തോ ഒന്ന് കാണിച്ചാൽ ഇവര് വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ല. പപ്പ ഒന്ന് പോകാൻ നോക്കിക്കേ, ഇവിടെ ഒന്നാമത് വിഷ്ണുവിന്റെ അച്ഛനെ കാണാനില്ല. അയാൾ സന്തോഷം കൊണ്ടേ വല്ലോടെയും തുള്ളിച്ചാടുമായിരിക്കും. ഇത്രയും നല്ലൊരു ബന്ധം അയാൾക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? നീ വന്നേ, നമുക്ക് പോവാം, ആരും അറിയണ്ട. ആ മോളെ പ്ലീസ്. പപ്പ എന്തോ പപ്പ ഈ പറയുന്നത്? ഞാൻ കല്യാണം കഴിച്ചല്ലേ? ഓ പിന്നെ ഇതൊക്കെ ഒന്നും വലിയ കാര്യമല്ല. നമ്മുടെ ചങ്ങനാശ്ശേരിത്തെ ഡോക്ടറില്ലേ, അവരുടെ മോൾ ഓട്ടോറിക്ഷക്കാരുടെ കൂടെ ഓടിപ്പോയത്. പുഷ്പം പോലെയല്ലേ തിരിച്ചു കൊണ്ടുവന്നത്. ഇപ്പോൾ കേട്ടിരിക്കുന്നതേ കളക്ടറാ. ഇതൊക്കെ ക്വൈറ്റ് നാച്ചുറൽ. ഞാൻ പോണു. പപ്പയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മോളെ ഞാൻ